ഇനി ഒരുപാട് പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 12 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് മിക്സർ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മളിത് ഇവിടെ ഇതുപോലെയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പഴത്തിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഈ പഴവും നെയ്യും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നെയ്യെല്ലാം ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നട്ട്സൊക്കെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം ഇതിൻ്റെ ആ അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിലാവും. ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളിന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യ് തടവിയ ഒരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലൊരു സ്പാച്ചില ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ചൂടൊക്കെ നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഇളക്കി കൊടുത്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റിയുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.